റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാം. ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇതിൻ്റെ സെൻട്രൽ പീസ്, ഇത് എഡ്ജ് പീസ്, ഇത് കോർണർ പീസ്. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, റുബിക്സ് ക്യൂബ് ഇതുപോലെ ഇങ്ങനെ പിടിക്കാം. ഇതിൽ R എന്ന് പറഞ്ഞാൽ ഇങ്ങനെ R' ഇതുപോലെ, U ഇങ്ങനെ, U' ഇങ്ങനെ, F ഇതുപോലെ, F' ഇങ്ങനെ. B2 എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് 2 പ്രാവശ്യം, 1 പ്രാവശ്യം, 2 പ്രാവശ്യം. പിന്നെ സ്മോൾ എഫ് ചെയ്യാനുണ്ടാവും. അത് സ്മോൾ എഫ് എന്ന് പറഞ്ഞെങ്കിൽ ബാക്ക് ഭാഗം പിടിക്കുക, 2 സ്മോൾ എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ബാക്ക് സ്മോൾ എഫ്. ആദ്യം ഫസ്റ്റ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് കാണാം. ആദ്യം മഞ്ഞ മുകളിലായി വെക്കുക, താഴെ വൈറ്റ്. ഇനി ഓരോ വൈറ്റും ഇതിൻ്റെ ഈ സെൻറ്ററായിട്ട് കൊണ്ടുവരാം. ഒരു വൈറ്റ് ഇങ്ങനെ വന്നു, വൈറ്റ്, നന്നായി. ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ട് ഈ വൈറ്റിൻ്റെ സൈഡ് റെഡ് അല്ലേ ഉള്ളത്, ഈ റെഡുമായി യോജിപ്പിക്കുക. എന്നിട്ട് താഴെ 2 പ്രാവശ്യം, 1, 2. ഇതെവിടെ എത്തി, വൈറ്റിലേക്ക്. ഇനി ഈ വൈറ്റ് ബ്ലൂവുമായി യോജിപ്പിക്കുക, താഴത്തേക്ക് 2 പ്രാവശ്യം ഇറക്കുക. ഓറഞ്ചുമായി യോജിപ്പിക്കുക. ഗ്രീനുമായി യോജിച്ചിട്ടുണ്ട്, താഴേക്ക് 2 പ്രാവശ്യം. ഇതാവിടെ ഇതുപോലെ സ്റ്റാർ. ഇനി ഈ വൈറ്റ് വേറെ എവിടെയുണ്ടെന്ന് നോക്കുക. ഇങ്ങനത്തെ ഫേസിൽ വരണം. ഈ വൈറ്റ് ഇതിൻ്റെ ഒന്നിച്ചിട്ട് ബ്ലൂ ഉള്ള ഈ ബ്ലൂവുമായി യോജിപ്പിക്കുക. എന്നിട്ട് ഇവിടെ ഇതിങ്ങനെ പിടിക്കുക. ഇനി ഇവിടെ ഒരു വൈറ്റ് ഇതിൻ്റെ ബ്ലൂ ഉള്ള ഈ ബ്ലൂവുമായി യോജിപ്പിക്കുക. ഇനി ഒരു വൈറ്റ് ഇവിടെയുള്ള ഇതിൻ്റെ ഗ്രീനുമായി യോജിപ്പിക്കുക. ഈ വൈറ്റ് വരുന്നത് ഇവിടെയാണ്. ഇനി വൈറ്റ് എവിടെയുണ്ട് നോക്കുക. പിന്നെ റെഡുമായി യോജിപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് വരേണ്ടത് ഇവിടെ തന്നെ. ഇത് യോജിപ്പിക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ സൈഡാക്കി പിടിക്കുക. ഇതുപോലെ ഫസ്റ്റ് ലെയർ സോൾവ് ആയി. സെക്കൻഡ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യുന്ന നോക്കുക. ആദ്യം തന്നെ ഇതിൽ മഞ്ഞയില്ലാത്ത കട്ട നോക്കിയെടുക്കുക. ഇതിനില്ലല്ലോ, ഇവിടെയും മഞ്ഞയില്ല. അപ്പോൾ ഈ ഓറഞ്ചുമായി യോജിപ്പിക്കുക. എന്നിട്ട് ഈ ഭാഗം കളർ ഏതുണ്ട് നോക്കുക. ഗ്രീൻ അല്ലേ, ഗ്രീനുള്ള സൈഡ് ഇതാണ്. ഓപ്പോസിറ്റ് എടുക്കുക, ഇതുപോലെ തിരിക്കുക. എന്നിട്ട് ഗ്രീനുള്ള സൈഡ് ചെയ്യാം. 1 പ്രാവശ്യം ഇതുപോലെ ഒരു വൈറ്റുമായി ഗ്രീനുമായി യോജിപ്പിക്കുക. ഒരു വൈറ്റ് മുമ്പുള്ള അതേ സ്ഥലത്തേക്ക് തന്നെ. ഇനി ആദ്യം മഞ്ഞയില്ലാത്ത നോക്കുക. ഇതിലെല്ലാം മഞ്ഞയുള്ള, അത് പറ്റില്ല. ഇത് മഞ്ഞയില്ലാത്ത ഓറഞ്ചുമായി യോജിപ്പിക്കുക.
ഇതിൻ്റെ മുകളിൽ ബ്ലൂ ഉള്ളത്, ബ്ലൂ ഈ ഭാഗമാണ് ഉള്ളത്. ഈ ഭാഗം ഉണ്ടെങ്കിൽ ഇത് ഭാഗത്തേക്ക് ഒരു പ്രാവശ്യം എടുക്കുക. എന്നിട്ട് ബ്ലൂ ഉള്ള ഭാഗം ചെയ്യാം ഇതുപോലെ. എന്നിട്ട് ആദ്യം ബ്ലൂ ഉള്ള ഭാഗത്തേക്ക് തന്നെ, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റിലേക്ക് യോജിപ്പിക്കുക. വൈറ്റ് പോവാതെ ശ്രദ്ധിക്കണം ഓരോന്ന് ചെയ്യുമ്പോൾ. ഇനി മഞ്ഞയില്ലാത്ത ഒന്നും മഞ്ഞയില്ലാത്തതാ ഇവിടെ ഒന്നുണ്ട് റെഡ്. ഇത് ഇതിൽ തന്നെ യോജിച്ചിട്ടുണ്ട് റെഡുമായി. മുകളിൽ ബ്ലൂ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഇത് ഭാഗത്ത് തിരിക്കുക. എന്നിട്ട് ബ്ലൂ ഉള്ള ഭാഗം ചെയ്യുക. ഒരു പ്രാവശ്യം മുകളിലോട്ട് ഇതുപോലെ ബ്ലൂവുമായി യോജിപ്പിച്ചു. ഇനി മഞ്ഞയില്ലാത്തത് ഇല്ല. ഇനി ഒരു കട്ട് കിട്ടാനുണ്ട്. അപ്പം നമ്മൾ ഈ കിട്ടാത്ത സൈഡില്ലേ അവിടെ ഒന്ന് ബ്ലൂ ഇല്ലാത്തതില്ലല്ലോ, യെല്ലോ ഇല്ലാത്തത്. ആദ്യം ഒരു പ്രാവശ്യം ചെയ്യാം. ഇവിടെ യെല്ലോ ഇല്ലാത്ത റെഡുമായി യോജിപ്പിക്കുക. ഇതിൻ്റെ മുകളിൽ ഗ്രീൻ ആയിട്ട് വരുന്നുണ്ട്. ഗ്രീൻ ഉള്ളത് ഇത് ഭാഗം ഓപ്പോസിറ്റ് ഇത് ഭാഗത്തേക്ക് തിരിക്കുക. ഗ്രീനുള്ള ഭാഗം ചെയ്യാം ഇതേപോലെ ആദ്യം ഗ്രീനുമായി യോജിപ്പിക്കുക. എന്നിട്ട് വൈറ്റ് സെക്കൻഡ് ലെയർ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. യെല്ലോ കളർ ഫുൾ വരുന്നതാണ് നമുക്ക്. ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഇതിലെല്ലാം കിട്ടിയത്. ചിലപ്പോൾ ഇവിടെ അങ്ങനെ വേറെ ആയിട്ട് കിട്ടും. ഇതുപോലെ കിട്ടിയാൽ ചെയ്യുന്ന സ്റ്റെപ്പാണിത്. സ്മോൾ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് സ്മോൾ എഫ് ഡാഷ്. അപ്പോൾ അത് പോയി ഇത് ഇങ്ങനെ കിട്ടിയതാണ്. ഇനി ഇങ്ങനെ കിട്ടിയാലുള്ള സ്റ്റെപ്പ് ഇതേ സ്റ്റെപ്പ് തന്നെ ആദ്യം ചെയ്താൽ മതി. ഇതുപോലെയാണ് ഇത് ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ പിടിക്കുക. ഇവിടെ ഇങ്ങനെ വരുന്നതും സൈഡ് പിടിക്കുന്ന ഇങ്ങനെ കിട്ടുന്നത് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാതെ സ്മോൾ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് സ്മോൾ എഫ് ഡാഷ്. ഇപ്പോൾ ഇത്ര കിട്ടിയില്ലേ. ഇനി ഇത് ഇത്ര കിട്ടാണത്. ഇത് കിട്ടുക ഇങ്ങനെ സ്റ്റാർ. ഇനി ഇത് കിട്ടിയാൽ ഇങ്ങനെ പിടിക്കാം. സ്റ്റെപ്പ് ആർ യു ആർ ഡാഷ് യു ആർ യു2 ഡാഷ്. ഇതുപോലെ മഞ്ഞ ഫുള്ളായി കിട്ടും. മഞ്ഞ ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടേണ്ടത് ഹെഡ്ലൈറ്റ്. ഓരോന്നിനും ഹെഡ്ലൈറ്റ് കിട്ടണം. ഹെഡ്ലൈറ്റ് അറിയുന്നത് ഇത് ഇവിടെ ഇങ്ങനെ കിട്ടേണ്ടതാ ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഗ്രീനിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ കിട്ടിയത് ബാക്ക് ഭാഗം പിടിക്കുക അതിനെ. എന്നിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പാണ് ആർ ഡാഷ് എഫ് ആർ ഡാഷ് B2 R F dash R dash B2 R2. ഇപ്പോൾ
ഫുള്ളായി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ആ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫുള്ളായി കിട്ടിയാണ്. അങ്ങനെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ പിന്നെ ഇതാ ഹെഡ് ലൈറ്റ് ഇതാ എല്ലാം. ഈ ബാറ് ബാക്ക് പിടിച്ചിട്ട് ഇനിയൊരു സ്റ്റെപ്പ് ഉണ്ട്, അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ചെയ്യണം. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് R2. എന്നിട്ടും കിട്ടിയില്ല. പിന്നെയും അതേ സ്റ്റെപ്പ് തന്നെ അതേ ചെയ്താൽ മതി. ബാർ ബാക്ക് പിടിക്കാം, ഇങ്ങനെ ചെയ്യാം. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് R2. ഇതുപോലെ ഫുള്ളായി കിട്ടും.